হে গাইস, বাসিল জোসেফের পনম্যান মুভির ট্রেলারটা রিলিজ করছে। সো আগে হচ্ছে রিঅ্যাকশনটা দিয়ে নেই, দেন হচ্ছে এটা নিয়ে কথা বলি। আসলে কেমন হলো সেটা তারপর বলি। ওকে, লেটস স্টার্ট। আগে দেখে নেই। ইউজ হেডফোন। ও হাউ ক্রেজি। അവന്റെ പെങ്ങളുടെ കല്യാണം മ്യൂസിക് ഓഫ് 25 പാവം കൊടുക്കാൻ നേരിട്ടിരിക്കുക അവൻ. ബാക്കി പിന്നെ നമ്മളൊപ്പിക്കണോ? ഇച്ചിരി പ്രശ്നമുണ്ട്. എവിടാ പ്രശ്നമില്ലാത്തത്? എത്രത്തോളം പ്രശ്നം? അതാ പ്രശ്നം. അത് പറഞ്ഞു സാധനം ഇതുപോലെ അല്ലടാ, അവൻ പറഞ്ഞ പോലെ ചെയ്യുന്ന. എന്തടാ ഞാൻ കള്ളിന്റെ പുറത്ത് എന്റെ കുത്തിനെ പിടിച്ചു, നീ പച്ചയ്ക്ക് എന്റെ കുത്തിനെ പിടിച്ചു. കഴിഞ്ഞില്ലേ? പോൺമാൻ. ഇതേ വധശ്രമമാവൂപ്പ് മനസ്സിലായോ? നീ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ ആലോചിക്കണം. നിന്റെ പെങ്ങടെ കെട്ടുവരുവാന്ന് ഓർത്തോണം. പിന്നെ നിങ്ങൾ എന്നെ നന്നായിട്ടൊന്ന് ട്രീറ്റ് ചെയ്താൽ മതി. എൻജോയ്മെന്റ് എനിക്കൊരു ത്രില്ലാണ്. അവൻ കൊണ്ടുപോയി വല്ല കാര്യത്തിലും താത്തിയാലേ പിന്നെ അജേഷാടാ അജേഷ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വാശി ഉണ്ടെങ്കിൽ ചെന്ന് വാങ്ങിച്ചിട്ട് വരാനല്ലേ പറഞ്ഞു. വാശി ഉണ്ടടാ. എന്റെ ചോറിലാണ് നീ നിന്റെ പെങ്ങളും കൂടെ മണ്ണ് വാരിയിട്ട്. ആ മണ്ണുള്ള ചോറ് തിന്നിട്ടാണ് ഞാൻ എന്റെ പൊന്നു വാങ്ങിച്ചോണ്ട് വരുവാടാ. എവനായിരുന്നാലും എന്തുവാ പള്ളി മുതലാണോ തോന്നിയ കാണിക്കുന്നത്? ഓ എന്നാ പിന്നെ ശരി, തന്റെ വിധി പോലെ. അത് കുഴപ്പമില്ലല്ലേ, ചങ്കുറപ്പുള്ളൊരുത്തൻ വന്നെന്ന് വിചാരിച്ചു. പി അജേഷ് നമ്മുടെ കയ്യിൽ ഒരു 10 കോടി രൂപയാണെങ്കിൽ നമ്മളിവിടെ വന്നിരിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ഇവിടെ വന്നിരിക്കേണ്ട കാര്യമുണ്ടോ? അതില്ല. 100 രൂപയ്ക്ക് ചാള കിട്ടും, നെമ്മീൻ കിട്ടോടെ? കിട്ടൂല. തെണ്ടാൻ പോകുന്ന ഇതിലും ഭേദം. ആരുടേത്? জানুয়ারি 30 তারিখ রিলিজ হবে। আসলেই ওভারঅল আমার কাছে হচ্ছে এই ট্রেলারটা সেই লাগলো। দেন আমি প্রথমে হচ্ছে ট্রেলারটার রেটিংটা দিয়ে নেই। এটা হচ্ছে 7 আউট অফ 10। মিউজিক টিজারে আমি যতটা ভালো পাইছিলাম ট্রেলারে ততটা ভালো পাই নাই, একটু ফ্লস করছে। তো এই জন্য হচ্ছে আমি 8 থেকে 7 এ নিয়ে আসলাম, কারণ টিজারের রেটিংটা আমি 8 দিছিলাম, এখন ট্রেলারেরটা 7। ওভারঅল ইন্টারেস্টিং স্টোরি মনে হইতেছে, কিন্তু এই ধরনের থ্রিলার টাইপের মুভিতে কিন্তু যতক্ষণ না মুভিটা না দেখি ততক্ষণ পর্যন্ত স্টোরি সম্পর্কে আমাদের ফুল আইডিয়া হয় না। আর হচ্ছে মুভিটা আসলে কেমন এঙ্গেজিং সেটাও বোঝা যায় না। জাস্ট টিজার ট্রেলারে আমরা হচ্ছে এজিউম করতে পারি। সো ওই এজিউম থেকে আমি বলতে পারি মুভিটা সুপার হিট হতে পারে। আর স্টোরি রেটিং যদি খুব বেশি ভালো হয় তাহলে হচ্ছে ব্লকবাস্টার হবে। সো অপেক্ষা করি মুভিটার জন্য। 30 তারিখ যেহেতু রিলিজ হবে, দেন রিলিজ হওয়ার পর মুভিটা দেখবো, দেন রিভিউ দিব। ততক্ষণ পর্যন্ত আমার সাথেই থাকো তোমরা। তার জন্য চ্যানেলটা ফলো করে রাখো। আর কোনটা রিয়াকশন কোনটা রিভিউ দিব সেটাও তোমরা সাজেস্ট করতে পারো। সো থ্যাঙ্কস অল অফ ইউ।